ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കിന് താഴെ വന്നൊരു കമൻറ്റാണ് ഈ ഒരു റൗണ്ട് പീസിൽ പെയിൻറ്റിങ് എന്തെങ്കിലും ചെയ്താൽ അടിപൊളിയായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് മെനക്കെടാൻ മടിയായതുകൊണ്ട് അങ്ങനെ മടിച്ച് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉരച്ചിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഉരച്ചെടുത്താൽ മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്താൽ നല്ല നീറ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് അത് ചെയ്തതിന് ശേഷം അതൊന്ന് നമ്മളൊന്ന് തൂക്കിക്കളയുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് നോർമൽ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ബേസ് കോട്ടായിട്ട് വൈറ്റ് അടിച്ച് നല്ല രീതിയിൽ നിന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. വൈറ്റ് ബേസ് കോട്ട് അടിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ചെയ്ത വർക്കൊക്കെ ആ ഒരു നല്ല നീറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറച്ചൊരു ഡൾ ഫീൽ വരും. വൈറ്റ് അടിച്ചിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതേ കളർ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വൈറ്റ് അടിക്കുന്നത് ഞാനിവിടെ നോർമൽ വോളിലൊക്കെ അടിക്കുന്ന പെയിൻ്റാണെന്ന് എന്നും പറയുന്ന പോലെ. അപ്പോൾ ഇന്നും ഞാനത് തന്നെയാണ് അടിച്ചിട്ടുണ്ടായത്. അതിനുശേഷം ഒന്ന് നല്ല നീറ്റായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ അതിൽ ചെയ്യേണ്ടതായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് തന്നെ ബേസ് കോട്ട് നമുക്കൊന്ന് വൈറ്റ് അടിച്ച് ഉണക്കിയെടുക്കാം. ഇവിടെ ബേസ് കോട്ട് വൈറ്റ് അടിക്കാൻ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ യൂസ് ചെയ്യാം. അതും നല്ല രീതിയിൽ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ മറ്റേ ആ ഒരു വുഡൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് നല്ലൊരു ബേസ് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല നീറ്റായിട്ടൊരു വലിയ നല്ല തിക്കായിട്ടുള്ളൊരു കോട്ട് നമ്മൾ വൈറ്റ് അടിച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഉണങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ആ ഒരു പിക്ചർ ചെയ്യാം. ഞാനൊരു സീനറി തന്നെയാണ് ചെയ്യുന്നത്. നോർമൽ ഒരു നേച്ചർ ഡ്രോയിങ് പോലെ തന്നെ. എന്നാൽ ഞാൻ ഇതുവരെ അധികം ചെയ്യാത്തൊരു പാറ്റേൺ ആണ്. നമ്മൾക്കൊരു സ്നോയി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് തന്നെ ഒരു ബ്ലറായിട്ടുള്ള ഒരു സൂര്യൻ ഇങ്ങനെ മങ്ങി നിൽക്കുന്ന രീതിയിലൊരു അറ്റ്മോസ്ഫിയർ കിട്ടണം. അതിൻ്റെ റൗണ്ട് പോർഷൻ നമ്മൾ വൈറ്റ് അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പോർഷനിലൊക്കെ ഒരു ഓറഞ്ചിഷ് യെല്ലോ കളറിന് അപ്ലൈ ചെയ്തിട്ട് നല്ലൊന്ന് ബ്ലെൻഡഡ് ആയിട്ട് ആ ഒരു ആകാശത്ത് കംപ്ലീറ്റ് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷ് വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരു വൈറ്റുമായിട്ട്, അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത വൈറ്റുമായിട്ടൊന്ന് സിങ്ക് ആയിട്ട് പോകണം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് വൈറ്റും കൂടി എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നല്ല രീതിയിൽ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു സിങ്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടെക്സ്ചർ ഇത് സംഭവം ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു പെയിൻറ്റിങ് നോക്കിയിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിന്ന് സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ചേച്ചി ഇത്രയും സ്പീഡായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ഒരു റൗണ്ട് പോർഷൻ മാത്രം നിർത്തിക്കൊണ്ട് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ചിഷ് യെല്ലോയിഷ് ആ ഒരു കൈൻഡ് ഓഫ് കളറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വിസിബിൾ ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ കുറച്ചധികം ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു പോർഷൻ കൊടുത്തതിന് ശേഷം ഡാർക്ക് കളർ ലൈൻസ്, അതായത് ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യാം. ആ ഒരു കളേഴ്സ് വെച്ചിട്ട് ഇതുപോലെ നമ്മളൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നുണ്ട്. കുറേ പൈൻ മരങ്ങൾ പോലത്തെ മരങ്ങളാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോർമലി ഞാൻ പറയാം, സ്നോയി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഇതുപോലുള്ള മരങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോർണർ, അതായത് ഏറ്റവും മൂലൊക്കെ ഭാഗത്തുനിന്ന് ചെറുതെന്ന് തുടങ്ങിയിട്ട് വലുതിലേക്ക് വരുന്ന രീതിയിലാണ് വരച്ചു കൊടുക്കേണ്ടത്. എന്നാൽ മാത്രം നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡാർക്കായിട്ടും കൊടുക്കാം. കുറേ ദൂരെ കാണുന്ന മരത്തിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ടും കുറച്ച് ഷെയ്ഡും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒട്ടും പെയിൻറ്റിങ് അറിയില്ലെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു വർക്കൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന പിക്കൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ID suryamannu402 അയച്ചു തരുവാണെങ്കിൽ ട്രൈഡ് പിക്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് അയക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അയച്ചിട്ടൊന്നും കാണുന്നില്ല. കുറച്ച് ആൾക്കാരുടെ അയച്ചത് പെൻഡിങ്ങിലുണ്ട്. പിന്നെ ഞാൻ കാണാത്തത് കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അയച്ചത് ഒരുമിച്ച് കാണിക്കാമെന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം എല്ലാത്തിനും ഒരു ഡീറ്റെയിലിംഗ് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാറ്റിനും പറഞ്ഞാൽ കുറേ ദൂരെയുള്ള മരത്തിൻ്റെ പോലത്തെ ലുക്ക് കിട്ടുന്നതൊക്കെ ഒരു ലൈറ്റ് കളറിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ കുറച്ച് ഡാർക്ക് അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൊരു കുഞ്ഞൊരു സ്നോയി വീട് കൊടുക്കുന്നുണ്ട്. സ്നോയി എന്നൊക്കെ പറയുമോ, ജോയി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ എനിക്ക് ആ ഒരു കുഞ്ഞു പോർഷനിൽ നമുക്കൊരു കുറച്ച് ബുഷസ് പോലെ കുറച്ച് ഇങ്ങനെ പൊങ്ങി താണു നിൽക്കുന്ന രീതിയിലൊരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേ കളർ ഇതുപോലെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വൈറ്റും ഒരു കുറച്ച് കട്ടിയായിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു ലെയറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേ കളർ വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഒരു ടോൺ അടിച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു വീടാണ് നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു കോൺ ഷേപ്പിൽ ഇതുപോലെ കൊടുത്തതിന് ശേഷം ഫുൾ ഓഫ് ബ്ലാക്ക് അടിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മഞ്ഞ് വീണുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ നമ്മൾ പെയിൻറ്റ് എടുക്കുക, വൈറ്റ് കളർ പെയിൻറ്റ്. അതിൻ്റെ മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു കോർണറായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് നമ്മൾ വരച്ചെടുത്തതിന് ശേഷം കംപ്ലീറ്റ് ഇതുപോലെ വൈറ്റ് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ്
ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഫീൽ വരുമോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം കംപ്ലീറ്റ് വൈറ്റ് ആകുമ്പോൾ ആ ഒരു കളറ് അത്രയും നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ എന്നാൽ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലൈറ്റ് ഉള്ളിൽ ലൈറ്റ് കത്തുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 യെല്ലോ കളർ വെച്ചിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി കൊടുത്തു. പിന്നെ ഒരു ചെറിയൊരു പോണ്ട് പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹോൾ പോലത്തെ അവിടെ വരച്ചു കൊടുത്തു. ഡാർക്ക് കളർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈനൊക്കെ കൊടുത്തതിന് ശേഷം ഉള്ളിൽ നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു മുകളിൽ കൊടുക്കുന്ന ആകാശത്തിൻ്റെ ഒരു ഗ്ലെയർ വെള്ളത്തിൽ കിട്ടുന്ന രീതിയിലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിനും കൂടെ കഴിഞ്ഞ ശേഷം താഴത്തെ പോർഷനിൽ ഇതുപോലെ വൈറ്റ് അടിച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളുണ്ട്. കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ഉള്ളിലത്തൊക്കെ ആ ഒരു ഗ്ലെയറൊക്കെ നല്ല രീതിയിൽ വിസിബിൾ ആവണമെങ്കിൽ വൈറ്റ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു മരം നിൽക്കുന്ന രീതിയിൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മരവും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സംസാരം ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാട്ടോ. കുറച്ചൊരു വൈകിയ വേളയിലാണ് ഞാൻ ഈ ഒരു എഡിറ്റിംഗ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയല്ല, ഒരു ടെൻഷനുണ്ട്. സമയം കഴിഞ്ഞു. ഞാൻ 5 മണിക്കാണ് പോസ്റ്റ് ചെയ്യാറ്. പക്ഷേ ഇന്ന് 5 മണി കഴിഞ്ഞിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനൊക്കെ കൊണ്ട് കുറച്ച് തിരക്കായി പോയി. എന്നാലും ചെയ്യുന്ന വർക്കൊക്കെ ആ ഒരു ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെയൊക്കെ നമ്മൾ വൈറ്റ് ആ ഒരു മഞ്ഞ് വീണ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ് വെച്ചിട്ട് ചുറ്റിലുമുള്ള മരത്തിനും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടിയിട്ട് അപ്പോൾ ആ ഒരു ഗ്ലെയർ ഒന്നും കൂടി വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് യെല്ലോയിഷ് ഓറഞ്ച് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. അതിൻ്റെ ഉള്ളിൽ ആ ഒരു വൈറ്റ്, അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള ഒരു സൂര്യൻ്റെ ജസ്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പോർഷനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആ ഒരു വെള്ളത്തിൽ കാണുന്ന രീതിയിലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നമ്മൾ സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല കിടിലൻ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ കുഞ്ഞൊരു പോണ്ടിൻ്റെ ഒരു ഫീൽ വന്നില്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ആ ഒരു വീടിൻ്റെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫീൽ വന്നതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഒന്ന് താഴത്തെ പോർഷനിലും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നീട്ടിയിട്ട് നമ്മൾ ആ ഒരു ഭാഗം വരച്ചെടുത്തതിന് ശേഷം ഒരു ഡോറ് പോലത്തെ ഒരു ലുക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു അടിപൊളി ലുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്കിന് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി വരക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ചെയ്യാതെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും സാധിക്കില്ല. കുറച്ച് സമയം നമ്മൾ ഈ ഡ്രോയിങ്ങിനൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചിത്രം എപ്പം വേണമെങ്കിലും വരച്ചെടുക്കാൻ പറ്റും. അതിന് ഏജൊന്നും ഒരു ലിമിറ്റ് അല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം സൈഡിലും കൂടി ഒരു കുഞ്ഞു മരം കൊടുക്കുന്നുണ്ട്. എന്തായാലും വരച്ച ചിത്രങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചിത്രം തന്നെയാണ്. കാരണം നമ്മൾ ഇതുപോലത്തെ ഇമേജസ് ചെയ്യൽ കുറവാണ്. സ്നോ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ചെയ്യൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ആ ഒരു ലുക്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ചെറിയ ടച്ചപ്പ് വർക്കും കൂടിയൊക്കെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമുക്കിത് എന്തായാലും ചുമരിൽ തൂക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വൈറ്റ് കളർ വെച്ചിട്ട് അതും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഒരു വുഡൻ പീസിൽ ഒരു പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി എന്തോ ആയിക്കോട്ടെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. ടേക്ക് കെയർ. ടാറ്റാ.